ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ജനറൽ ഡിഫൻസസ് അണ്ടർ ലോ ഓഫ് ടോർട്ട് സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വായിക്കേണ്ട ടോപ്പിക്കിലോട്ട് പോവാം. അടുത്തതായി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ആക്ട് ഓഫ് ഗോഡ് എന്നുള്ള ഡിഫൻസിനെ കുറിച്ചിട്ടാണ്. ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയുന്നതും ഒരു തരത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അപകടം തന്നെ ആണ്, അതല്ലെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്ത ആക്സിഡന്റ് തന്നെയാണ് ഈ ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ രണ്ട് ഡിഫൻസിനെയും വ്യത്യസ്തമാക്കുന്ന എലമെന്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്നെവിറ്റബിൾ ആക്സിഡന്റ് എന്ന് പറയുന്നത് അവിടെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പരിക്കിനെയും നമുക്ക് കണക്കിലെടുക്കാവുന്നതാണ്. എല്ലാ തരത്തിലുള്ള ആക്ടിനെയും നമുക്ക് കണക്കിലെടുക്കാവുന്നതാണ്. ബട്ട് ആക്ട് ഓഫ് ഗോഡ് എന്നുള്ള ഡിഫൻസ് ഒരു ഡിഫൻഡന്റിന് എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നേച്ചുറൽ ഫോഴ്സിന്റെ ഒരു ആപ്ലിക്കേഷൻ, അതല്ലെങ്കിൽ ഒരു അൺകൺട്രോളബിൾ ആപ്ലിക്കേഷൻ ഓഫ് നേച്ചുറൽ ഫോഴ്സസ് അവിടെ നടന്നിട്ടുണ്ടായിരിക്കണം. സോ ഈ ഡിഫൻസിന്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നേച്ചുറൽ ഫോഴ്സസ് വഴി ഉണ്ടാവുന്ന ഒരു അപകടത്തിന് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനോ ബ്ലെയിം ചെയ്യാനോ അതല്ലെങ്കിൽ ആർക്കെതിരെയോ കേസ് കൊടുക്കാനോ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് നേച്ചുറൽ ഫോഴ്സ് എന്ന് പറയുന്നത് അതായത് ശക്തമായിട്ടുള്ള മഴ, അതല്ലെങ്കിൽ വെള്ളപ്പൊക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നേച്ചുറൽ ഫോഴ്സസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആക്ട് ഓഫ് ഗോഡ് എന്നുള്ള ഡിഫൻസ് നമുക്ക് അതായത് ഡിഫൻഡന്റിനെ എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു നേച്ചുറൽ ഫോഴ്സിന്റെ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ നേച്ചുറൽ ഫോഴ്സ് എന്ന് പറയുന്നത് അതിശക്തമായിട്ട് സംഭവിച്ചിട്ടുള്ള ഒന്നായിരിക്കണം. അതായത് അതിശക്തമായിട്ടുള്ള മഴ, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഒക്കറൻസ് ആയിരിക്കണം ആ നേച്ചുറൽ ഫോഴ്സിന്റെ. ആൻഡ് അതുപോലെ തന്നെ ആ പ്രകൃതി ദുരന്തത്തിനെ വേറൊരാൾക്ക് മുൻകൂട്ടി പ്രവചിക്കാനോ അതുപോലെ തന്നെ ആ ഒരു ദുരന്തത്തിനെ തടയാനോ കഴിയുന്നതും ആയിരിക്കരുത്. സോ ആക്ട് ഓഫ് ഗോഡ് എന്നുള്ള ജനറൽ ഡിഫൻസ് മുന്നോട്ട് വെക്കുന്ന ഐഡിയ എന്താണെന്ന് വെച്ചാൽ, പ്രകൃതി വഴി ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഹാം അല്ലെങ്കിൽ ഇഞ്ചുറി സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേറൊരാളെയും സ്യൂ ചെയ്യാനോ അതല്ലെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനോ പറ്റില്ല. കാരണം പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് ഒരു അൺകൺട്രോളബിൾ ഇവന്റ് ആണ്. അതുപോലെ തന്നെ അവിടെ പ്രത്യേകിച്ച് ഹ്യൂമൻ ഇന്റർവെൻഷനും നടന്നിട്ട് ഉണ്ടായിരിക്കരുത്. സോ രണ്ട് എസെൻഷ്യൽസ് ആണ് ഇവിടെ റിക്വയർഡ് ആയിട്ടുള്ളത്. അതായത് ഡിഫൻഡന്റിന് ഈ ആക്ട് ഓഫ് ഗോഡ് എന്നുള്ള ഡിഫൻസ് എടുത്തുകൊണ്ട് ഒരു പെർട്ടിക്കുലർ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിവാകണം എന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് എസെൻഷ്യൽസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒന്ന് എന്ന് പറയുന്നത് അവിടെ നേച്ചുറൽ ഫോഴ്സസിന്റെ വർക്കിംഗ് ഉണ്ടായിരിക്കണം. അതായത് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതിപരമായിട്ടുള്ള ഫാക്ടേഴ്സ് അവിടെ ഉണ്ടായിരിക്കണം. അതായത് ഒന്നെങ്കിൽ ശക്തമായിട്ടുള്ള മഴ, അതല്ലെങ്കിൽ വെള്ളപ്പൊക്കം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും അവിടെ നടന്നിട്ടുണ്ടായിരിക്കണം. രണ്ട് എന്ന് പറയുന്നത് ഈ നേച്ചുറൽ ഫോഴ്സസ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നടന്നിട്ടുള്ള കാര്യമായിരിക്കണം. അതായത് അതിശക്തമായിട്ടുള്ള രീതിയിൽ സാധാരണ സംഭവിക്കുന്നതിനെക്കാട്ടിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നടന്നിട്ടും ഉണ്ടായിരിക്കണം. അതായത് ശക്തമായ മഴ, അതല്ലെങ്കിൽ ശക്തമായിട്ടുള്ള കൊടുങ്കാറ്റ്, അങ്ങനെയൊക്കെ. ആൻഡ് മോർ ഓവർ നോട്ട് ദ വൺ വിച്ച് കുഡ് ബി ആൻറ്റിസിപ്പേറ്റഡ് ആൻഡ് ഗോഡഡ് എഗെയിൻസ്റ്റ് റീസണബിൾ. അതായത് നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നേച്ചുറൽ ഫോഴ്സിന്റെ ആപ്ലിക്കേഷൻ ആവരുത്. നേരെ മറിച്ച് നമ്മുടെ പ്രവചനത്തിനും അതുപോലെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിൻ്റെയും അപ്പുറത്ത്, അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റാത്ത രീതിയിലുള്ള എക്സ്ട്രാ ഓർഡിനറി ഫോഴ്സസിന്റെ, അതായത് എക്സ്ട്രാ ഓർഡിനറി ഒക്കറൻസ് ആയിരിക്കണം ഈ നേച്ചുറൽ ഫോഴ്സസിന്റെ. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഡിഫൻഡന്റിന് ഈ ആക്ട് ഓഫ് ഗോഡ് എന്നുള്ള ഡിഫൻസ് എടുത്തുകൊണ്ട് നമുക്ക് ഒരു പെർട്ടിക്കുലർ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാവുന്നതാണ്. ഇനി നമുക്കൊരു കേസ് ലോ നോക്കാം. അതായത് കല്ലൂലാൽ വേഴ്സസ് ഹേംചന്ദ്. അതായത് സാധാരണ പെയ്തൊരു മഴയിൽ, അതായത് ഒരു എക്സ്ട്രാ ഓർഡിനറി ഒക്കറൻസ് ആയിരുന്നില്ല, നേരെ മറിച്ച് ഒരു സാധാ മഴയിൽ ഒരു ബിൽഡിങ് ഇടിഞ്ഞു വീഴുകയും നമ്മുടെ റെസ്പോണ്ടന്റിന് രണ്ട് മക്കൾ ആ ബിൽഡിങ് ഇടിഞ്ഞു വീഴല് വഴി മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കോർട്ട് ഹെൽഡ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആക്ട് ഓഫ് ഗോഡ് എന്നുള്ള ഡിഫൻസ് ഇവിടെ ഒരിക്കലും നമ്മുടെ ഡിഫൻഡന്റിനെ എടുത്തുകൊണ്ട് ഈ കേസിൽ നിന്ന് അയാളുടെ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ആക്ട് ഓഫ് ഗോഡ് എന്നുള്ള ഡിഫൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എക്സ്ട്രാ ഓർഡിനറി ആപ്ലിക്കേഷൻ ഓഫ് നാച്ചുറൽ ഫോഴ്സ് നടന്നിട്ടുണ്ടായിരിക്കണം. സോ
സോ അതുകൊണ്ട് തന്നെ ഇവിടെ അപ്പലന്റ് ലയബിൾ ആണ് എന്നാണ് കോർട്ട് ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആക്ട് ഓഫ് ഗോഡ് എന്നുള്ള ഡിഫൻസ് നമ്മൾ ഡിഫൻഡന്റിനെ എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു നേച്ചുറൽ ഫോഴ്സ് ഉണ്ടായിരിക്കണം. ആ നേച്ചുറൽ ഫോഴ്സിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറിലി ആയിരിക്കണം, അതല്ലാണ്ട് നോർമൽ കോസ് ആയിരിക്കരുത്. അതുപോലെ തന്നെ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാനോ അതുപോലെ തന്നെ അത് മുൻകൂട്ടി കണ്ട ആ അപകടം ഒഴിവാക്കാനോ പറ്റുന്ന തരത്തിലുള്ള ഒന്നും ആയിരിക്കരുത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് പ്രൈവറ്റ് ഡിഫൻസ് എന്നുള്ള ഡിഫൻസിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു വ്യക്തിക്ക് അയാളുടെ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ജീവനൊക്കെ സംരക്ഷിക്കാനുള്ള റൈറ്റ് ഉണ്ട്. സോ ഇത് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് റീസണബിൾ ആയിട്ടുള്ള, അതായത് ന്യായീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബലപ്രയോഗം നടത്താൻ നമ്മുടെ ലോ തന്നെ അനുവദിച്ചിട്ടുണ്ട്. കുറച്ച് കണ്ടീഷൻസ് എപ്പോഴും നമ്മൾ മനസ്സിൽ വെച്ചിട്ടുണ്ടാവണം ഈ ബലപ്രയോഗം നടത്തുന്നതിന് മുൻപായിട്ട്. ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ സ്വയം പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് അപ്ലൈ ചെയ്യുന്ന ബലപ്രയോഗത്തിനെ മാത്രമാണ് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുകയുള്ളൂ. അതായത് സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യക്തി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ മാത്രമാണ് ജസ്റ്റിഫൈ ചെയ്യുകയുള്ളൂ. 2. There should be an imminent threat to a person's life or property. ഒരു വ്യക്തിയുടെ ജീവനോ അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടിയുടെ മുകളിലോ ഭയങ്കരമായ രീതിയിലുള്ള ത്രെറ്റ് അല്ലെങ്കിൽ ഭീഷണി ഉണ്ടെങ്കിൽ മാത്രമാണ് അയാൾക്ക് ഈ ബലപ്രയോഗം നടത്താൻ പറ്റുകയുള്ളൂ. അതായത് പ്രൈവറ്റ് ഡിഫൻസ് എന്നുള്ള രീതിയിൽ അയാൾക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണ്. അതായത് എനിക്കൊരു തോന്നലുണ്ട് വരുന്ന വെള്ളിയാഴ്ച എന്നെ ബി എന്നുള്ള പേഴ്സൺ ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യും എന്നുള്ളത്. അതായത് എൻ്റെ ഒരു തോന്നലാണത്. സോ ആ തോന്നലിൻ്റെ മുകളിൽ ഞാൻ ബിയെ കയറിയിട്ട് ബിയുടെ മുകളിൽ ഒരു ബലപ്രയോഗം നടത്തി കഴിഞ്ഞാൽ അതെൻ്റെ പ്രൈവറ്റ് ഡിഫൻസ് ആണ് എന്നെനിക്ക് പറയാൻ പറ്റില്ല. അതായത് അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യുന്ന ആ ബലപ്രയോഗത്തിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുകയില്ല. മൂന്നാമതായിട്ട് the force used must be reasonable and to repel an imminent danger. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ബലപ്രയോഗം എന്ന് പറയുന്നത് ന്യായീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നായിരിക്കണം. അതായത് നമ്മുടെ ജീവന്റെ മുകളിലോ അതല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുകളിലോ ഉള്ള ആ ഒരു ഡേഞ്ചറിനെ ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഫോഴ്സ് ആയിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഉണ്ടായിരിക്കേണ്ടത്. ഒരു എക്സാമ്പിളാണ്, എൻ്റെ വീട്ടിൽ കവർച്ച നടത്താൻ ഒരു വ്യക്തി കയറിയിട്ടുണ്ട്. എന്നിട്ട് അയാൾ കവർച്ച നടത്താൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അയാൾ കവർച്ച നടത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളുടെ തല വെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ആ തല വെട്ടിയത് ഞാൻ എൻ്റെ പ്രൈവറ്റ് ഡിഫൻസിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റില്ല. അതായത് റീസണബിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സ് മാത്രമാണ് ഒരു പേഴ്സണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ആ ഒരു ഡേഞ്ചർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള റീസണബിൾ ഫോഴ്സ് മാത്രമാണ് ഒരു വ്യക്തിക്ക് പ്രൈവറ്റ് ഡിഫൻസിൻ്റെ ഭാഗമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നാലാമതായിട്ട് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് പ്രോപ്പർട്ടി ഓൾസോ ദ ലോ ഹാസ് ഓൺലി അലൗഡ് ടേക്കിംഗ് സച്ച് മെഷേഴ്സ് വിച്ച് ആർ നെസസറി ടു പ്രിവെന്റ് ദ ഡേഞ്ചർ. ഇപ്പോൾ സ്വത്തിൻ്റെ സംരക്ഷണത്തിനാണെങ്കിൽ പോലും അപകടം തടയാൻ ആവശ്യമായിട്ടുള്ള ബലപ്രയോഗം മാത്രമാണ് ഒരു വ്യക്തിക്ക് നടത്താൻ നമ്മുടെ നിയമം അനുവദിച്ചിട്ടുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രൈവറ്റ് ഡിഫൻസിൻ്റെ അണ്ടറിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മളിവിടെ രാമാനുജ മുതലി വേഴ്സസ് എം ഗംഗൻ എന്നുള്ള കേസിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ ഡിഫൻഡന്റ് എന്ത് ചെയ്തു, അയാളുടെ ലാൻഡിൽ അയാളുടെ ഡിഫൻസിന്റെ ഭാഗമായിട്ട് കുറച്ച് ഷോക്ക് കമ്പികൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇയാൾ ഈ ഷോക്ക് കമ്പി സ്ഥാപിക്കുന്നതിനെ പറ്റിയിട്ട് വേറൊരാൾക്ക് യാതൊരു വിധത്തിലുള്ള വിവരവും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ പ്ലെയിൻറ്റിഫ് രാത്രിയായ സമയത്ത് എന്ത് ചെയ്തു, ഈ ഡിഫൻഡന്റിന്റെ ലാൻഡ് വഴി അയാളുടെ ലാൻഡിലോട്ട് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചു. ആൻഡ് അങ്ങനെ ക്രോസ് ചെയ്ത സമയത്ത് ഈ ഷോക്ക് കമ്പി വഴി അയാൾക്ക് ഷോക്ക് ഏൽക്കുകയും അതുപോലെ തന്നെ അയാൾക്ക് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് പറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ കേസിൽ നമ്മുടെ ഡിഫൻഡന്റ് ലയബിൾ തന്നെയാണെന്നാണ് കോർട്ട് ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഷോക്ക് കമ്പി ഡിഫൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്കൊരു പ്രൈവറ്റ് ഡിഫൻസ് ആയിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടെ കോർട്ട് ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.